അപ്പൊ സുഹൃത്തുക്കളെ, തണൽമരം ഫൗണ്ടേഷൻ സലീം കുമാർ അനുസ്മരണം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നു. ഇതിൽ എന്നെ അതിഥിയായി ക്ഷണിച്ചതിന് വളരെ നന്ദി. ഇതിന്റെ സംഘാടകർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. രണ്ടു വാക്ക് സംസാരിക്കൂ. നമ്മളുടെ തണൽമരം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നമ്മളിന്ന് സലീം കുമാർ അനുസ്മരണ പരിപാടി നടക്കുകയാണ്. സലീം കുമാറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഒരു സിനിമ നടിയുന്ന വ്യത്യസ്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലും ഉള്ള കാര്യം തുറന്ന് ആരുടെ മുഖത്തും പറയുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അനുസ്മരണ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ ഒരുപാട് കാരണം സലീം കുമാർ സിനിമയിൽ അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. ഓരോ രംഗങ്ങളും ഓരോ സിനിമകളും അങ്ങനെ ജീവിക്കുന്ന ഒരു രൂപത്തിലേക്കായിരുന്നു സലീം കുമാറിന്റെ ഓരോ പ്രവർത്തനങ്ങളും. വ്യത്യസ്തമായിട്ട് സലീം കുമാർ നേരിട്ട് കണ്ടില്ലെങ്കിലും വ്യക്തമായി ഫോണിൽ കൂടിയ ഒരുപാട് സംഭാഷണങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ എറണാകുളത്ത് ഞങ്ങൾ ഭിന്നശേഷിക്കാരുടെ പരിപാടിയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ അന്ന് ആ വീഡിയോക്ക് വരാമെന്നും പിന്നെ അതിനാണ് പെട്ടെന്ന് ഒരു രോഗമായിട്ട് പ്രയാസപ്പെട്ട് അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ പരിപാടി പങ്കെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മളോട് എല്ലാം പൂർണ്ണമായും കേട്ട് അതിൻ്റെ എല്ലാ വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശ ആളും കൂടിയായിരുന്നു സലീം കുമാർ. ആ സലീം കുമാറിന്റെ അനുസ്മരണ പരിപാടിയാണ് ഇന്നിവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയുമായ സ്ഥലം കണ്ണൂർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ സുബ്രഹ്മണ്യേട്ടൻ, ഇവിടെ വള്ളി, നമ്മുടെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെയർമാൻ ഫൗണ്ടേഷന്റെ സെക്രട്ടറി സുബ്രഹ്മണ്യ സുഹൃത്തുക്കളെ, തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ ജില്ലയിലും സംസ്ഥാനത്തും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച് വളരെയധികം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നമ്മളെ നാട്ടിലെ അവശത അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിയാവുന്ന പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി നിങ്ങളെല്ലാം സാക്ഷരത്തി ഇതിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിയും. ഇതിൽ വന്ന ആളുകളെല്ലാം ഇതിൽ ഭാഗഭാഗ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംസാരിക്കാനും അതുപോലെ ഈ വേദി പങ്കിടാനും ഉള്ളത് കൊണ്ട് നമ്മള് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ പരിപാടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മാസം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട മലയാളത്തിന്റെ കലാകാരൻ സിനിമാ നടൻ സലീം കുമാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സലീം കുമാറിനെ സംബന്ധിച്ച് ഞങ്ങളാരും പറയാതെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിക്കുന്ന ഒരു മഹാനടനാണ്. വളരെയേറെ വിഷമം പിടിച്ചിട്ടുള്ള ഒരു ചുറ്റുപാടിലെ വളർന്നു വന്ന് അച്ഛനും കുടുംബവും എല്ലാം കയറ് റാത്തുകൊണ്ട് കയറ് പിരിച്ചുകൊണ്ട് കൊച്ചിയിൽ കൊണ്ടേ വിറ്റ്, പറവൂരിൽ നിന്ന് കൊച്ചിയിൽ കൊണ്ടേ വിറ്റ് കുടുംബജീവിതം നയിച്ച് ജീവിതത്തിന്റെ പല പ്രതികൂല കാലാവസ്ഥയോട് മല്ലടിച്ചുകൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു സീൻ കാണുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ വളരെ ഹാപ്പിയാണ്. ആ മീസവാദമത്തൊക്കെ ഓരോ രംഗങ്ങൾ സലീം കുമാറിന്റെ ഒരു അനുസ്മരണ പരിപാടിയിലാണ് നമ്മളെല്ലാം എത്തിച്ചിട്ടുള്ളത്. സലീം കുമാറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഫോണുമായിട്ട് പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊക്കെ മുഖരൊരു സിനിമ ദളിതർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. മുമ്പ് കഴിഞ്ഞ 3-4 വർഷം മുൻപ് തിരുവനന്തപുരത്ത് ഒരു പൊതുവേദിയിൽ വെച്ച് എനിക്ക് കാണുവാനും ആ സമയത്താണ് ആ ഒരു ദളിതര കഥ പറയുന്ന ഒരു സിനിമ 3 വർഷം വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ആ വിഷയം അവിടെ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം അവിടെ ഞാൻ നമ്പറൊക്കെ വാങ്ങി കഴിഞ്ഞ ഭിന്നശേഷിക്കാരൻ 4ാമത്തെ വിവാഹ സംഗമം എറണാകുളത്ത് അമ്മൻ പള്ളികളിൽ വെച്ച് നടക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുകയും ആ പരിപാടിക്ക് ഒരു ഗസ്റ്റായിട്ട് വരണമെന്ന് പറയുമ്പോൾ അന്ന് രോഗം മൂർച്ഛിച്ച് വളരെ പ്രയാസത്തിലാണ്. എന്തെങ്കിലും ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്ത് വരാം, ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കും, ഇല്ലെങ്കിൽ അടുത്ത പരിപാടിക്ക് നമുക്ക് പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഒരുപാട് നമ്മളൊക്കെ അറിയാതെ നമ്മൾ സാധാ ഒരു സലീം കുമാർ സിനിമാ നടൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ പരിചയമുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കലാമണിയെ പോലെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ താനൂരുണ്ട് ഒരു ഓട്ടോ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ
അവന്റെ ഓട്ടോന്റെ നേരെ വേക്കിൽ ഒരു കലാഭവന്റെ ഫോട്ടോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു ദിവസം അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞവന് ഈ കലാഭവൻ ഈ അവന്റെ ഭാര്യയ്ക്ക് രോഗപ്പെട്ടിട്ട് ഒരു ഓട്ടോറിക്ഷക്ക് ചെറിയൊരു ഫണ്ട് കൊടുത്തു. അതിന് ശേഷം അവൻ ആ ഫോട്ടോ കലാഭവനില്ല. അപ്പൊ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകളായി. അതുപോലെ തന്നെ സലീം കുമാറിന്റെ അടുത്ത് നമ്മൾ എന്തൊരു സഹായത്തിനും നമ്മൾ വെറുതെ ആക്കില്ല. അതിൽ നമ്മൾ 4 ഫോട്ടോ വെച്ചിട്ടോ പരസ്യപ്പെടുത്തിയിട്ടോ അല്ല എന്ന് നമുക്ക് ചെയ്തിരുന്നത്. കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായമായിട്ട്, അതായത് പൊതുമേഖലകളിലൊക്കെ വളരെ ആക്റ്റീവായി സജീവമായി എല്ലാ കാര്യങ്ങളിലും തുറന്ന് ഒരാട് മുഖം നോക്കാതെ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സലീം കുമാർ. ഇന്ന് നമ്മളിന്നൊക്കെ വിട്ടു. നമുക്കൊക്കെ വളരെ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവർക്ക് എത്ര വേദന ഉണ്ടാവും. നമ്മളെ കണ്ടിട്ടില്ലാത്ത ആ ഒരു സലീം കുമാർ നമ്മളിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമുക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ട്. അത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെട്ട നമ്മുടെ ഈ ഒരു അനുസ്മരണ പരിപാടി ഒരുപാട് നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇതിന്റെ അനുശോചന പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ സലീം കുമാറിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മുപ്പത് ബന്ധത്തിൽ വലിയ നമുക്ക് മാത്രമായി അതൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ തെളിയിൽ തന്നെയുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വേദിയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണക്കാരിയായിട്ടുള്ള നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഒരു തരത്തിൽ എൻ്റെ ഗുരുനാഥ കൂടിയാണ്. അതുപോലെ തന്നെ കൊച്ചി ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരെ പരിചയപ്പെടുത്തി തരാണ്. കൊച്ചി ചവിട്ട് നാടകം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നും അത്ര സജീവമല്ല. ആ ചവിട്ട് നാടക കളരി ഇവരെ വേദിയിലിരിക്കുന്ന എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. എപ്പോഴും എന്റെ കൂടെയുള്ളവരാണ്. 5 മിനിറ്റ് അതിനു വേണ്ടി കളയുന്നുണ്ട് അല്ലെ? വരുന്നൊരു പേരുണ്ട്. സലീം കുമാർ പറഞ്ഞതുപോലെ നമുക്കൊക്കെ കാണാൻ ഒരു ലുക്കില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ആ കഴിവുകൾ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയ സഹോദരി നിമി നമ്മൾ അറിയില്ല. പലരും ചിലർക്കും പലരെയും അറിയില്ല. നമ്മുടെ മുന്നിലേക്ക് സിനിമാ താരങ്ങൾ എത്തുമ്പോൾ വളരെയധികം ഭംഗിയോടുകൂടി നമ്മൾ കാണും അവരെ. പക്ഷെ മേക്കപ്പ് ഇല്ലാതെ തന്നെ കണ്ട ഒരു ഭംഗിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിലോട്ട് എത്തിപ്പെട്ടാലുണ്ടല്ലോ ഞാനൊക്കെ ജോഹിച്ചവളെക്കാളും വലുതായിട്ട് മാറും. അത്തരം ഒരു കഴിവ് ഉള്ള ഒരു വ്യക്തിത്വമാണ് നിമി. അതുപോലെയാണ് നമ്മുടെ സാറ് ആർട്ടിസ്റ്റ് സിദ്ദീഖ് സാറ്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് അഭിമാനമുണ്ട്. ഒപ്പം നിങ്ങൾക്കും അഭിമാനിക്കാം. അതുപോലെ നമ്മുടെ സലാം സാറിനെ കുറിച്ച് പിന്നെ പറയാം. എന്നെ പോലെ ഒരുപാട് കലാകാരന്മാർക്ക് പ്രചോദനമാണ് സലീം കുമാർ അവർ. അദ്ദേഹത്തിന്റെ ഈ ഒരു അനുസ്മരണ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ എന്നെ ഇവിടെ ക്ഷണിച്ചത് പ്രസന്ന മേഡമാണ്. മിമിക്രിയിലൂടെയും നാടകത്തിലൂടെയുമാണ് അദ്ദേഹവും ഈ സിനിമാ മേഖലയിൽ പ്രസിഡന്റ് കൂടിയായ മുസ്തഫ താങ്കൾ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ AP സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സുബൈർ സിദ്ദീഖി സിനിമ ആർട്ടിസ്റ്റുകൾ സംവിധായകൻ പറഞ്ഞിരുന്നത്. അതുപോലെ ഒരു 5-6 ഘട്ടം അഭിനയിച്ച് വരുമ്പോൾ നമുക്ക് ശരിക്കും പ്രയാസമുള്ള കാര്യമാണ് സിനിമ അഭിനയിക്കൽ. കാണുമ്പോഴേക്ക് ഇത് എളുപ്പമാണ്. നമ്മളിപ്പോ ഒരു വീഡിയോ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അതെല്ലാം നമ്മള് സാധാരണ ശരിക്കും കാണുന്നത്. ഇപ്പൊ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് അത് നമുക്ക് ഒരു സിനിമാ രംഗത്ത് നമ്മെ ചിരിപ്പിക്കുകയും കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അതായത് സലീം കുമാർ എന്ന പേരുള്ള ഒരു വ്യക്തി. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് വിമർശിക്കാത്ത വിധത്തില്, ആരും വിമർശനമൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല വിധത്തില് 114 കല്യാണം അവിടെ നടന്നു. വർത്താനം പറയുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് നോക്ക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു അവള്. ഇന്ന് കല്യാണം കഴിഞ്ഞാൽ അവളുടെ 5-6 വർഷമായി. ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ തന്നെ നിർത്തി അവളെ പഠിപ്പിച്ചു. അവളെ നല്ല സ്കൂളുകളിൽ ട്രെയിനിങ് കൊടുത്തു. അവളെ നല്ലൊരു കുട്ടിയാക്കി എടുത്തു. നടക്കാൻ പോലും അറിയില്ലായിരുന്നു. 9 വയസ്സ്.